എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുറുക്കുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് ചെറിയ ജീരകം, 1 സ്പൂണ് കറുത്ത എള്ള്, 1 കഷ്ണം കായം എടുത്തിട്ടുണ്ട്. ഇത് കട്ടിക്കായമാണ്. ഇതിന് പകരം പൊടിക്കായം ചേർക്കാം. 1 സ്പൂണ് പൊടി ചേർത്താൽ മതിയാകും. ഇനി എടുത്തു വെച്ച കായത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് അലിഞ്ഞ് കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച 2 ടൊമാറ്റോയും ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. എൻ്റെ മൂടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. രണ്ടും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി എടുത്തു വെച്ച ജീരകവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ച കായവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ലപോലെ അരയണം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലമാവാണ് ചേർക്കുന്നത്. 2 കപ്പ് കടലമാവ്. 2 കപ്പ് കടലമാവിന് 1 കപ്പ് അരിപ്പൊടി എന്ന കണക്കിനാണ് എടുക്കുന്നത്. ഇത് ഇടിയപ്പം പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് അരച്ച് വെച്ച് ടൊമാറ്റോ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. ഇത് കണക്കായിരിക്കും. ഇതിൻ്റെ ഈ വെള്ളത്തിൽ തന്നെ ഇത് ഇത്രയും കുഴച്ചെടുക്കാൻ പറ്റും. ഇനി അഥവാ ഇത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർക്കാവുന്നതാണ്. ഇനി അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇത് ചെയ്താൽ മതിയാകും. ഈ സമയം തന്നെ എടുത്തു വെച്ച എള്ളും കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് ഉരുളകളാക്കി സേവനാഴിയിൽ വെച്ച് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഈ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു കണ്ണാപ്പയിൽ പിഴിഞ്ഞിട്ട് അത് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എണ്ണ ഇപ്പോൾ ചൂടായി കിടപ്പുണ്ട്. കണ്ണാപ്പയിലേക്ക് ഓരോന്നായിട്ട് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണിത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ടൊമാറ്റോ ചേർത്തത് കൊണ്ട് തന്നെ ചെറിയ ഒരു പുളിയും ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ ഓരോന്നായിട്ട് പിഴിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതുപോലെ ഓരോന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുഴയ്ക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാനും പറ്റും.
ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്നാക്സിന് നല്ലൊരു മണം ഉണ്ടാകും. കറിവേപ്പില മൂത്ത് വരുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു നല്ല മണവും കിട്ടും. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് കോരി മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ് ഇത്. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എത്ര നാളിരുന്നാലും കേടാവുകയും ഇല്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.